പരിപ്പുവട ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതും കറുമുറുന്ന് കടിക്കുമ്പോൾ ഉള്ള ടെക്സ്ചറും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് പരിപ്പുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു 300 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് പറഞ്ഞാൽ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. ഈ കടലപ്പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കുതിരുമ്പോഴത്തേക്കും അത് നല്ലപോലെ കുതിർന്ന് നല്ലപോലെ പൊന്തി വരും. പിന്നെ അത് കഴുകി വാരി നല്ല വൃത്തിയാക്കി എടുത്ത് മിക്സിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ മുഴുവൻ അരയാൻ പാടില്ല. അത് കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ പീസ് പീസായിട്ട് വേണം. അപ്പോൾ അത് അരച്ച് മാറ്റി വെക്കാം. നമുക്ക് അതിൻ്റെ കൂടെ ഒരു 2 വലിയ ഉള്ളിയും കൂടെ ചേർത്ത് ഉള്ളി നമുക്ക് ചെറുതായി മുറിച്ച് അതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലപോലെ അമർത്തി ഒന്ന് തിരിഞ്ഞിട്ട് ഇത് ഇടാം. 2 പച്ചമുളക് 2 3 പച്ചമുളക് ഇടാം. പച്ചമുളക് ചെറുതായിട്ട് മുറിഞ്ഞ് പോവുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മളത് കടിച്ച് ചേവിച്ച് തിന്നാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത്തിരി വലിപ്പത്തിലിട്ടാലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വലിപ്പത്തിലിടുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കടിക്കുമ്പോൾ നമ്മൾക്ക് എരിവ് പിള്ളേർക്കൊക്കെ ആകുമ്പോൾ ഇതാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലും ഇടാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇടാം. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. കുറച്ച് മല്ലിയില ഇട്ട് വെക്കാം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, അതിൻ്റെ കൂടെ 1 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മീറ്റ് മസാല എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ അത് നല്ലതാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ കുഴയ്ക്കുക. നല്ലപോലെ കുഴച്ച് എല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഇത് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ മുങ്ങി കിടക്കുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്താ വെച്ചാൽ ഒരു ട്രിപ്പിന് നമുക്കൊരു 3-4 വറുത്തെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അത് ഉരുളകളാക്കി എടുത്തിട്ട് കയ്യിൽ പരത്തി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് പാകത്തിന് മൂപ്പാവുന്നത് പുറമേ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇതിൻ്റെ കളറ് പതുക്കെ മാറാൻ തുടങ്ങും. മുരിഞ്ഞിട്ട് പതുക്കെ ഒരു ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ കളർ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഏകദേശം മൂത്തെന്ന് ഉള്ളിലൊക്കെ നല്ലപോലെ വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കങ്ങനെ വറുത്ത് കോരി സൈഡിൽ മാറ്റി വെക്കാം. പതുക്കെ എണ്ണയിലോട്ട് ഇടണം. ഇത് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും കയ്യിലോട്ടൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പേടിയുള്ളവർക്ക് എന്ത് ചെയ്യണം, ഒരു സ്പൂൺ എടുത്തിട്ട് ഇത് പരത്തിയിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് പതുക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കയ്യിലൊന്നും പൊട്ടിത്തെറിച്ച് എണ്ണയൊന്നും വീടൂല. അങ്ങനെ ഞാനൊരു 4 വീതം ഞാൻ റെഡിയാക്കിയിട്ട് പരിപ്പുവട റെഡിയാക്കിയിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയിട്ടുണ്ട്. നല്ലപോലെ വന്നിട്ടുണ്ട്. നല്ല പരിപ്പുവടേൻ്റെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പരിപ്പുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം പരിപ്പുവടയെല്ലാം റെഡിയായി. ഇനി ബാക്കിയുള്ള പണികളാണ്. ഇത് നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുന്നതല്ലല്ലോ, അതിൻ്റെ ബാക്കിൽ പിന്നെയും പണികളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എല്ലാം തുടച്ച് വൃത്തിയാക്കണമല്ലോ. അങ്ങനെ പരിപ്പുവടയെല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ പണികളെല്ലാം ആയിട്ട് ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു.